തെക്കൻ ജില്ലകളിൽ കാര്യമായ മഴ പ്രവചനമില്ല എങ്കിൽ പോലും ഒറ്റപ്പെട്ട ശക്തമായ മഴ പല മേഖലകളിലും പെയ്യുന്നുണ്ട് എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ഈ വാട്സപ്പ് മെസ്സേജായി മറ്റും ആളുകൾ അയച്ചു തരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പല മേഖലകളിലും തെക്കൻ ജില്ലകളും നിങ്ങളങ്ങനെ മറക്കണ്ട, അവിടെയും മഴയുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലുമൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നും മറ്റും പ്രതികരിക്കുന്നുണ്ട് ജനങ്ങൾ. ഏതായാലും പക്ഷേ അതിതീവ്ര മഴ പ്രവചനം ഇതുവരെ ഇല്ല. എൽ നിനോ പ്രതിഭാസമൊക്കെ കൊണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ മഴയുടെ ശക്തി കുറഞ്ഞേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് മറ്റു ചില സൂചനകൾ കൂടി നൽകുന്നു. നവമി, എറണാകുളം ജില്ലയിൽ മറ്റ് പ്രദേശങ്ങളിലൊക്കെ എങ്ങനെയാണ് അവസ്ഥ? കൊട ചൂടിയാണ് നവമി നിൽക്കുന്നത്, മഴയുണ്ട് എന്ന് മനസ്സിലാകുന്നു. ശക്തമാണോ? ഗുഡ് മോർണിംഗ്. രാവിലെയും ഇന്നലെ രാത്രിയും ഒക്കെ അതിശക്തമായ മഴയാണ്. പക്ഷേ ഒരു ഇടവേള എടുത്താണ് മഴ പെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് കൊച്ചി നഗരം നമുക്കറിയാം വെള്ളക്കെട്ട് പെട്ടെന്ന് രൂപപ്പെടുന്ന ഒരു നഗരം കൂടിയാണ്. അതുകൊണ്ട് ഈ ഇടവേളകളുള്ള ഒരു മഴ ആയതിനാൽ വെള്ളക്കെട്ട് വലിയ രീതിയിൽ രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ അല്പം മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ വരും മണിക്കൂറിൽ ശക്തമായ മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. മറ്റേ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. അതിശക്തമായ അതിതീവ്രമായ മഴ രേഖപ്പെടുത്തിയില്ല. പക്ഷേ എങ്കിൽ പോലും വരും ദിവസങ്ങളിലൊക്കെ മഴ ശക്തമാകാനുള്ളൊരു സാധ്യതയാണ് മുന്നിലുള്ളത്. ഒപ്പം നഗരത്തിൽ പലയിടങ്ങളിലും പ്രത്യേകിച്ച് ഈ നാഷണൽ ഹൈവേയുടെ ഒക്കെ പണി നടക്കുന്നതിനാൽ പ്രധാനപ്പെട്ട നഗരഹൃദയ ഭാഗത്ത് പാലാരിവട്ടം, ഇടപ്പള്ളി, വരാപ്പുഴ ഭാഗങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ ഗതാഗതം രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ അശാസ്ത്രീയമായ ഒരു പണിയെന്ന് തന്നെ നമുക്ക് പറയാം. ഒരു മെയിൻ്റനൻസ് ചെയ്യാതെ പെട്ടെന്നുള്ള ഈ പണി വരുമ്പോൾ സാധാരണ റോഡ് താറുമാറാകുകയും അവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഇരുചക്ര വാഹനങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് അതിൽ കൂടി കടന്നു പോകുന്നത്. ചില താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് തൃപ്പൂണിത്തറ, മരട് പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷെ ആളുകൾ അവിടുന്ന് മാറി താമസിച്ചിട്ടില്ല. ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളം ഇനി ഉയർന്നാലോ അല്ലെങ്കിൽ വെള്ളക്കെട്ട് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ഈ മലയോര മേഖലകളിലേക്കുള്ള യാത്രയാണ്. പ്രത്യേകിച്ച് ഈ കോതമംഗലം പോലുള്ള ഭാഗങ്ങൾ, മൂന്നാർ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നിടങ്ങളിൽ രാത്രി യാത്ര ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശമുണ്ട്. മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കണക്കാക്കിയാണ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം പുഴയോരത്ത് താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ, ഇരുകരകളിലും താമസിക്കുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള ജലനിരപ്പ് ഉയരുന്ന സാധ്യത കണക്കാക്കിയാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറി താമസിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ തീരപ്രദേശത്തുള്ളവർക്ക് ചെല്ലാനം, മുനമ്പം പോലുള്ള പ്രദേശങ്ങൾ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള മഴയോ കാറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് അപകടങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും എറണാകുളം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴ തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇടവിട്ടുള്ള മഴ, ഒരു ബ്രേക്ക് എടുത്താണ് മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസമാണ്. വെള്ളക്കെട്ട് വലിയ രീതിയിൽ രൂപപ്പെട്ടിട്ടുമില്ല. അതാണ് കൊച്ചിയിൽ നിന്നുള്ള, എറണാകുളത്ത് നിന്നുള്ള വാർത്തകൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.